നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ രാശിക്കൂറുകാരുടെയും കേതുവിന്റെ രാശിസ്ഥിതി മൂലമുള്ള ഗുണദോഷ ഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് പുതുവർഷ നക്ഷത്രഫലത്തെ രാശിക്കൂറുകാരുടെ പ്രത്യേക ഫലങ്ങളായിട്ടും വിശദമായിട്ടും ഓരോ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയും ഒക്കെ പല പല വീഡിയോകളിലായിട്ട് അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് രാഹു കേതുക്കളുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി മൂലം പുതുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളും അതിന്റെ പരിഹാരങ്ങളുമാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത് കുംഭക്കൂറുകാരുടെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹു രണ്ടാം ഭാവത്തിലാണ്, കേതു ആകട്ടെ അഷ്ടമത്തിലാണ്. അതുമൂലം ധാരാളമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. വരുമാനത്തിൽ കുറവ് തട്ടാനുള്ള സാഹചര്യവുമുണ്ട്. കൂടാതെ സ്ഥാനഭ്രംശത്തിനും സ്ഥലം മാറ്റത്തിനും ഒക്കെ സാഹചര്യമുണ്ട്. കൂടാതെ അപമാനങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അമിതാവേശത്തിൽ പറഞ്ഞു പോകുന്ന വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അപമാനത്തിന് കാരണമായേക്കാം. അതായത് സ്വന്തം നാക്ക് മൂലം ശത്രുക്കളെ വിളിച്ചു വരുത്തും എന്നർത്ഥം. നാക്ക് പിഴയ്ക്കുന്നത് മൂലം ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് ചുരുക്കം. അതോടൊപ്പം തന്നെ ബന്ധനാവസ്ഥയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, കരുതലെടുക്കുക. അതോടൊപ്പം തന്നെ കേതു അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ സഞ്ചാരം വർദ്ധിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അപവാദവും മനസ്സിന് വിഷമകരമായിട്ടുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാകാം. കൂടാതെ സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടേണ്ട അവസരങ്ങളും വന്നേക്കാം. സന്താനങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം. രാഹുപ്രീതിക്കായി കുംഭക്കൂറുകാർ സർപ്പക്ഷേത്ര ദർശനം നടത്തുക, നൂറും പാലും നടത്തുന്നതും വളരെ വിശേഷമാണ്. കൂടാതെ സർപ്പങ്ങൾക്ക് അഭിഷേകം നടത്താവുന്നതാണ്. സർപ്പങ്ങളുടെ രൂപമൊക്കെ വാങ്ങി സമർപ്പിക്കുന്നത് ദോഷത്തെ ഇല്ലാതാക്കും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല അർച്ചന നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ ശാസ്താവിന് എള്ളുപായസം, ജലധാര എന്നിവയൊക്കെ നടത്താം. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും വിശേഷമാണ്. കേതുർ ദോഷത്തിന് പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാരത്തിനായിട്ടുള്ള പുഷ്പാഞ്ജലിയോ മറ്റോ നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വിശേഷമാണ്. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഭദ്രകാളിക്ക് കടുംപായസവും ഒക്കെ നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും, ഗുണഫലത്തെ വർദ്ധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ രാഹുകേതുക്കളുടെ സ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണദോഷങ്ങളും പരിഹാരവുമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.